ഫ്രൂട്ട്സും കളറും ഒന്നും ചേർക്കാതെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഷിന്റെ റെസിപ്പി ആട്ടോ. വീഡിയോ എന്തായാലും ആവശ്യം വരും, നല്ല ചൂടൊക്കെ വരുമല്ലേ. അപ്പോൾ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോ. വളരെ കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കുക, കുറച്ചധികം ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് ഫ്രൂട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനൊരു 1/4 കിലോ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുക്കറിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ വലിയൊരു കഷ്ണം ഇഞ്ചി, 1 കപ്പ് വെള്ളം, പിന്നെ ഒരു 8 ചെറിയ ഏലക്കായ എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 4 എടുത്താൽ മതി. ഇനി ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ വെന്ത് കഴിഞ്ഞാൽ ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അതേ വെള്ളത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇത് ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ പഞ്ചസാരയിലുള്ള അഴുക്കൊക്കെ ഇങ്ങനെ പതഞ്ഞു വരും കേട്ടോ. അതൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ ഇതാ നമ്മുടെ സ്ക്വാഷ് ഇങ്ങനെ കുറുകിയിട്ട് പകുതിയായിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കലങ്ങി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് പരുവാണ്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞാൽ ഒരു 5 നാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. നാരങ്ങയുടെ കുരു ഒന്നും പെടാൻ പാടില്ല കേട്ടോ. ഇനി ഇത് നാരങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി ഗ്ലാസ് എടുത്തിട്ട് ആവശ്യത്തിന് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഐസ് ക്യൂബ്സും തണുത്ത വെള്ളം ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ അടയ്ക്കുന്ന സമയമല്ലേ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സ്ക്വാഷോ പൗഡറൊക്കെ കലക്കി കൊടുക്കുന്നതിന് പകരം ഇത് ഉണ്ടാക്കി സൂക്ഷിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.